നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മളുള്ളത് ഇവിടെ വയനാട്ടിലാണുള്ളത്. മേപ്പാടി ഭാഗത്താണ്. ഇവിടെ ഒരു പ്രകൃതി സൗഹൃദ നിർമ്മിതി ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു 3200 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം വീടിന്റെ ഒരു ഹോം ടൂർ കാണിക്കാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് വയനാട്ടിൽ എത്തിയിരിക്കുന്നത്. ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും നമ്മുടെ ശാന്തിലാൽ സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ഒരുപാട് വീടുകൾ പല രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള വീടുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോ പ്രകൃതി സൗഹൃദ നിർമ്മിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഈ വീടിന്റെ റൂഫിലിട്ടിരിക്കുന്ന ഓട് അതൊക്കെ പഴയ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഓടുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ചെങ്കല്ലുകൾ, ഈ ചെങ്കല്ലൊക്കെ ഈ ഇവിടെ അടുത്തുള്ള കണ്ണൂർ ഇരിട്ടി ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ വീടിന് ഉപയോഗിച്ചിട്ടുള്ള മരങ്ങള് പഴയ മരങ്ങള് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വീടിന്റെ ക്ലയന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വർഗീസ് സാറും സൂസി മാഡത്തിനും അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വളരെ പ്രകൃതി ഒരു ഭംഗി ആസ്വദിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ വീടിന്റെ ചുറ്റുഭാഗം വയനാടായ കാരണം നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീടിന്റെ ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആയിരിക്കണം. നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കുറെ കൺസെപ്റ്റും കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ഒരു എൽ ഷേപ്പ് സിറ്റ് ഔട്ട് ആണ്. ഒരു വരാന്ത അത്യാവശ്യം വലിയ നീളത്തിലുള്ള ഒരു വരാന്തയാണ്. അതുപോലെ തന്നെ റൂഫ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ടോപ്പിൽ ഇട്ടിരിക്കുന്നത് സാധാരണ ഓടും. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഓടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ കാണാം നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കർവ് ഷേപ്പിലുള്ള ഡബിൾ ഹൈറ്റിലുള്ള ഒരു സംഭവമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ മുള കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോളികാർബണേറ്റ് ഷീറ്റ് ഒരു സൺഷെയ്ഡ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുപ്പി ഹോൾഡറുള്ള ഡിസൈൻ വരുന്നുണ്ട് അവിടെ. പിന്നെ ആത്തൻകുടി ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് സിറ്റ് ഔട്ടിലായാലും ഹാളിലായാലും മറ്റുള്ള എല്ലാ ഭാഗത്തായാലും. അപ്പോ ആള് നമുക്ക് ഓൾ കേരള വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. ആളുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ശാന്തിലാൽ സാറിന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ വീടുകൾ നിർമ്മിക്കാനായിട്ട് നിങ്ങൾക്ക് ആളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഒപ്പം തന്നെ ഈ വീടിന്റെ പ്ലാനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പോ നമ്മള് ഷൂട്ട് തുടങ്ങുന്നതിന്റെ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ വർഗീസ് സാർ ഇവിടെ ഉണ്ടായിരുന്നില്ല. വീടിന്റെ ഓണറാണ്. അപ്പൊ ആളിപ്പോ പെട്ടെന്ന് വന്നു. ആൾക്ക് എന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് വന്നാണ്. സാർ നമസ്കാരം. സാർ അപ്പോ ഒന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞോളൂ. എന്നിട്ട് സാറ് പോയിക്കോളൂ. കുഴപ്പമില്ല. എന്താണ് ഈ വീടിന്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോ? നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലൊരു വീട് വേണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മള് ഈ ഇങ്ങനൊരു ആ, തോന്നലുണ്ടായത്. ആ, അത് പോസ്റ്റ്മോർട്ടമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ശാന്തിലാൽ സാറ് അത് ആ, ഏറ്റെടുക്കുകയും ആ. ഇത്ര ദൂരമാണെങ്കിൽ പോലും അതെ, അതെ. നമുക്കിവിടെ ആള് തൃശ്ശൂരാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ചെയ്യുന്നു. വയനാട്ടിൽ ഇത്ര ദൂരം വന്ന് ചെയ്യാനൊരു ആ, താല്പര്യം അയാൾ കാണിച്ചതിൽ തന്നെ അതെല്ലേ. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തില്. മാത്രമല്ല ഈ നമുക്ക് എല്ലാ മേഖലകളിലും ഈ കോൺക്രീറ്റ് സൗധങ്ങൾ ഉയർന്നു അതെ. വരുമ്പോൾ അതിൻ്റെതായ ആ ഒരു പ്രത്യാഘാതങ്ങൾ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കും. പ്രകൃതിയിലെ തന്നെയാണെങ്കിലും കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അതായിട്ടാണ് ഉം. മാറുന്നത്. അപ്പൊ അതിന്റെ വ്യത്യസ്തമായിട്ടൊരു ഒരു തോന്നൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീടുണ്ടാക്കണം എന്ന് തോന്നിയത്. തോന്നിയത്. എന്തായാലും പിന്നെ ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് ഇത്തരത്തില് ഒരു വീട് വെക്കുമ്പോൾ അത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നത് തന്നെ ആയിരിക്കും എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. അതെല്ലേ. ആ. അപ്പൊ ഇനി ഇതിന്റെ നേരത്തെ വന്ന ഉള്ളിലേക്ക് കേറിയിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് നല്ല എയർ ആ ആ രീതിയിലാണ് ചെയ്തത്. അപ്പൊ ആ രീതിയിലാണോ ഉദ്ദേശിച്ചത് സാറ്? ആ അതെ. അത് ഇപ്പം കാറ്റും വെളിച്ചവും നമുക്ക് കിട്ടുക ഒന്നുള്ളത്. ഉം. രണ്ടാമത് പിന്നെ എപ്പോഴും തന്നെ ക്ലൈമറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രകൃതിയിൽ എപ്പോ എങ്ങനെ ഉണ്ടാകുന്നു അതുപോലെ തന്നെ നിലനിർത്താനുള്ള ഇപ്പൊ ഒരു ഓട് മേഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഉം. പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. ഉം. അതാണ് നമ്മൾ ചളി മഡ് തേച്ചിട്ടുള്ള ആ ചുമരുകൾ ഉണ്ടാക്കുന്നതിന് തേക്കാനുള്ള അല്ല പണിയാനുള്ളത് തന്നെ മണ്ണ് ഉപയോഗിച്ചിട്ടും കൂടുതൽ സിമെന്റ് മണ്ണൊക്കെ എവിടുന്നാണ് ഉപയോഗിച്ചേക്കുന്നത്? മണ്ണിവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ അടുത്ത് തന്നെ ഉപയോഗിച്ചേക്കുന്നത്. ആ. അങ്ങനെ തന്നെ അതേപോലെ തന്നെ ഈ മരങ്ങളൊക്കെ മരങ്ങളെല്ലാം പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഈ വയനാട്ടിൽ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. കളക്ട് ചെയ്തേക്കുന്നത്. വയനാട്, തമിഴ്നാട് ആ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ഈ ഓട് കാര്യങ്ങളൊക്കെ ഓട് കൂടുതൽ ഭാഗങ്ങളിൽ സീലിംഗ് ഓടുകളിലൊക്കെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുള്ളത്. പിന്നെ വേസ്റ്റ് റോഡിലൊക്കെ ഉം. ഇവിടെ തന്നെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. സംഘടിപ്പിക്കും. പിന്നെ അതുപോലെ ഈ ചെങ്കല്ലുകൾ എവിടുന്നാ കൊണ്ടുവന്നേക്കുന്നത്? ചെങ്കല്ല് കണ്ണൂർ ഭാഗം കണ്ണൂര്. കണ്ണൂർ. ഓക്കെ. ശ്രീകണ്ഠാപുരം. ശ്രീകണ്ഠാപുരം. അതുകൊണ്ട് അത്രയും ഒരു ആ, മനോഹരമാണ്. പക്ഷെ വയനാട്ടിലെപ്പോഴും ഇപ്പൊ ഇപ്രാവശ്യത്തെ കാലാവസ്ഥയ്ക്ക് കൂടുതൽ തണുപ്പ് അതെ. ഇപ്പം നിലനിൽക്കുന്നുണ്ട്. ആ.
അപ്പൊ ഈ ഒരു ഇതിലും തണുപ്പ് ഇങ്ങനെ തന്നെയാണോ? അതിന് തണുപ്പിന് കൂടും? കുറേ ഡിസംബറിൽ കുറച്ച് കൂടും. കൂടും. നമുക്കിവിടെ മാറ്റം വരിക എന്ന് പറയുന്നത് ഫെബ്രുവരി, മാർച്ച് 2 മാസത്തേക്ക്, അല്ല മാർച്ച്, ഏപ്രിൽ. മാർച്ച്, ഏപ്രിൽ. ആ 2 മാസത്തേക്ക് നമുക്ക് അധികം ചൂട് വരുന്ന ഒരു സമയമുണ്ട് വരും. ബാക്കിയെല്ലാം ഏകദേശം ഒരു ഇത് തന്നെയാണ് നിൽക്കുന്നത്. ഡിസംബറിൽ അധിക തണുപ്പ് എന്ന് പറയുന്നത് കുറച്ചൊരു 3-4 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അത്ര ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ അത് അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് നേരെ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പൊ ഉള്ളിലത്തെ വിശേഷങ്ങൾ നമ്മൾ കാണിക്കാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പൊ ഇനി ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് സാറിന്റെ മകളുണ്ട്. വരൂ. ഹായ്, വെൽക്കം. ഓക്കെ, എന്താ പേര്? സെറിൻ. സെറിൻ. അപ്പൊ എങ്ങനെയാണ് ഈ വീടിന്റെ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ, എന്താണ് അതിന്റെ ഒരു സംഭവം എന്ന് നോക്കൂ. ഞങ്ങൾക്ക് കൂടുതലും ഒരു വെളിച്ചം, നമ്മളിപ്പോ ലൈറ്റ് പകൽ സമയം ലൈറ്റ് ഇടാതെ തന്നെ വീടിനകത്തേക്ക് കൂടുതൽ സൺലൈറ്റ് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് ചെയ്തത്. ചെയ്തേക്കെ കാരണം പഴയ വീട്ടിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ പകൽ സമയത്ത് തന്നെ എപ്പോഴും ലൈറ്റ് ഇടണമായിരുന്നു. ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നാച്ചുറൽ ലൈറ്റ് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് അത് കിട്ടണം എന്നുള്ളത് കൊണ്ട് ആ രീതി ആ രീതിയിൽ ചെയ്തതാണ്. അവിടെ എന്താ കോട്ടയാട് ഒരു രീതിയിലാണോ? ആ ഒരു എൽ ഷേപ്പിലാണ് കോട്ടയാട് ചെയ്തേക്കുന്നത്. ആ. പിന്നെ നമുക്കിവിടെ ഒരു കുരങ്ങിന്റെ ശല്യം ഉണ്ട് ആക്ച്വലി. അതുകൊണ്ടാണ് ഇവിടെ ഗ്രില്ലിട്ട് അടച്ചത്. സാധാരണഗതിയിൽ ഒരു ഓപ്പൺ ആയിട്ടാണ് കൊടുക്കാറ്. ആ. പക്ഷെ അതുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ വയനാട് ആയതുകൊണ്ടും അങ്ങനെ കുറച്ച് വന്യജീവി പ്രശ്നങ്ങളുണ്ട്. ഉണ്ടല്ലേ? പക്ഷെ നമ്മുടെ എസ്തെറ്റിക്കിനെ അത് ബാധിക്കാനും പാടില്ല. ആ. അതുകൊണ്ടാണ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്തത്. ചെയ്തല്ലേ? ഓക്കെ ഓക്കെ. ഈ ഒരു രീതിയിൽ ഇവിടെ ലിവിംഗ് വരുന്നത് അല്ലേ? ഇതൊരു ഫോർമൽ ലിവിംഗ് എന്ന് പറയാം. പിന്നെ നമുക്ക് കൂടുതലും എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് വന്നിരിക്കുക, സംസാരിക്കുക, ആ ഒരു ഉദ്ദേശത്തിൽ ഒരുപാട് ഇതുപോലത്തെ ഇരിക്കാനുള്ള സ്പേസുകളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ശരിക്കും വുഡ് തന്നെ അല്ലേ? അതെ, ഇത് വുഡാണ്. നമ്മുടെ തെങ്ങാണിത്. പഴയ നമ്മുടെ തന്നെ തെങ്ങിന്റെ തടിയാണിത്. അത് ട്രീറ്റ് ചെയ്തേക്കുന്നത്. ഈ ഫ്ലോറിംഗിൽ ടൈൽസ് വരുന്നത് ആത്തൻകുടി ടൈലാണ്. ആത്തൻകുടി. നമ്മുടെ ശാന്തിലാൽ ചേട്ടന്റെ സാറിന്റെ വീടിന്റെ കംപ്ലീറ്റ് അതെ, അതെ. ഈ ഒരു ഭാഗം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? ഇതൊരു പ്രയർ ഏരിയക്കും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഒരുമിച്ച് ഇരിക്കാൻ എല്ലാവർക്കും ഒരു ഏരിയയും പ്ലസ് ഇരിക്കാവുന്ന കോൺസെപ്റ്റ് അല്ലേ? ഇത് ഡബിൾ ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മുള തന്നെയാണ് ട്രീറ്റ് ചെയ്ത് യൂസ് ചെയ്തിരിക്കുക. അത് മുളക്കെ കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അതിന്റെ മേലെ എന്താ സീനിക കൊടുത്തിരിക്കുന്നത്? ബീറിന്റെ കുപ്പികളോ? ബിയറിന്റെ കുപ്പികളാണ്. നമുക്ക് ഇവിടെ തന്നെ നമ്മൾ തന്നെ അതിന് വെള്ളം നിറച്ചിട്ട് അത് പെയിന്റ് അടിച്ചു? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. റോ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ ആ ഒരു കളറിലുള്ള കുപ്പി അതിനുള്ള വെളിച്ചടിക്കും. അതെ, വെളിച്ചടിക്കുമ്പോ അത് അങ്ങനെ തന്നെ വരുന്നു. ഓക്കെ, ശരി. പിന്നെ ഈ ഒരു ഭാഗത്ത് പാസേജ് വന്നിട്ടാണ് പിന്നെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരുന്നത്. ഓക്കെ, ശരിക്കും ഇവിടെ നല്ല തണുപ്പാട്ടോ. ഈ വയനാടിന്റെ പ്രത്യേകത അതിന്റെ പ്രത്യേകത. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഡൈനിങ് സ്പേസ് വരുന്നു അല്ലേ? ഡൈനിങ് സ്പേസ് ഒരു 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഇതിന്റെ മറ്റേ തേപ്പ് ഇത് മറ്റേ സുർക്കി മിശ്രിതം വെച്ചിട്ടാവും ചെയ്തിട്ടുണ്ടാവുക. മണ്ണില് അവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണാണ് കൊടുത്തേക്കുന്നത്. വിൻഡോസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് പഴയ മരം കളക്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ പുറത്ത് കൊടുത്തിട്ടുള്ള റൂഫിൽ കൊടുത്തിട്ടുള്ള ഓടുകളൊക്കെ അതെല്ലാം പഴയ ഓട് കളക്ട് ചെയ്ത. ഈ ഭാഗത്ത് സ്റ്റെയർ വരുന്നു. വാഷ് ബേസ് യൂണിറ്റ് ഇവിടെ വരുന്നു. ഇവിടെ ഓപ്പൺ കിച്ചൺ അല്ലേ? ഓപ്പൺ കിച്ചൺ. ഓക്കെ, 2 കിച്ചൺ വരുന്നുണ്ടോ? 2 കിച്ചൺ ഉണ്ട്. നമുക്കൊരു വർക്ക് ഏരിയ പോലെ മോഡുലാർ കിച്ചൺ, ഓപ്പൺ കിച്ചൺ വരുന്നുണ്ടല്ലേ? വലിയൊരു അത്യാവശ്യം വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കണക്കാക്കി ചെയ്തേക്കുന്ന. അപ്പൊ ഇത് എല്ലാവർക്കും ഇവിടെ തന്നെ വർക്ക് ചെയ്യാൻ വേണമെങ്കിൽ എല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാം. ആ ഒരു രീതി ചെയ്തേക്കും. ഇതൊക്കെ കബോർഡ്സ് കാര്യങ്ങളൊക്കെ അലുമിനിയം ആയിരിക്കും? അല്ല, ഇത് WPC ആണ്. ഇതിന്റെ ഡോർ WPC ആണ്. പക്ഷെ അകത്ത് ചെയ്തിരിക്കുന്ന ഫെറോസിമെന്റ് സ്ലാബ് ആണ്. അതിനാണ് നമ്മൾ WPCന്റെ ഡോർ വെച്ചേക്കുന്നത്. എന്നിട്ട് അതില് സ്പ്രേ പെയിന്റ് ചെയ്തിട്ട് പെയിന്റ് ചെയ്തത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിന് അത്യാവശ്യം ഒരു വർക്കിംഗ് കിച്ചൺ വരുന്നത്. ഇവിടുത്തെ ഫ്ലോറിംഗിൽ വരുന്ന ടൈൽസ് വ്യത്യാസം ഉണ്ടല്ലേ? കളറിന് വ്യത്യാസമുണ്ട്. ആത്തൻകുടി ടൈൽസ് തന്നെയാണ്. പക്ഷെ നമുക്ക് ബെഡ്റൂം ഇവിടെ താഴെ 2 ബെഡ്റൂമാണ്. അടുത്തടുത്ത് 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂം അടുത്തടുത്ത്. 2 മാസ്റ്റർ ബെഡ്റൂം ആയിട്ടുള്ള ഒരു സൈസ്. മാസ്റ്റർ ബെഡ്റൂം മുകളിലാണ്. പക്ഷെ വലിയ വ്യത്യാസങ്ങൾ സൈസിലില്ല.
നമുക്ക് ഇവിടെ കയറാനല്ലേ? അതൊക്കെ അത്യാവശ്യം വലിയ സൈസ് വരുന്ന ബെഡ്റൂം തന്നെയാണ് ഇവിടെ വരുന്നത് അല്ലേ? ഇതില് ടൈൽസിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. കളറിൽ നമ്മൾ മാറ്റി കൊടുത്തു. റൂമിലെല്ലാം ഈ ഒരു റെഡ് കളർ വരുന്ന അതും കൂടി ഉപയോഗിച്ചിരിക്കുന്നത്. അത് 3 ബെഡ്റൂമിലും ഒരേപോലെ ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇരിക്കാനുള്ള സിറ്റിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആയിട്ട് ചെയ്തേക്കുന്ന ആ 2 സൈഡിലും നമുക്ക് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതെ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. കർട്ടൻസ് ഒക്കെ തുറക്കുമ്പോൾ നല്ല വെളിച്ചം. അതെ 4 പാളി വിൻഡോസ് ആണ്. അതെ. പിന്നെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ആണല്ലേ? ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു സ്പേസ് അല്ലേ? നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ അതേ സൈസ് തന്നെയാണോ ഇവിടെ വരുന്നത്? അതിനെക്കാട്ടിലും ഒരു കുറച്ച് കുറവായി, കുറച്ച് ചെറിയ ബെഡ്റൂം ആയിട്ട്. കാരണം ഈ ബാത്റൂം കുറച്ച് വലിപ്പമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കിച്ചണിൽ കണ്ട അതേ മെറ്റീരിയൽ തന്നെയാണ്. അതെ WPC തന്നെയാ. അതെ ഡോറെല്ലാം WPC ആണ്. ഈ മച്ചൊക്കെ കൊണ്ടുവന്നത് ഏത് ഭാഗത്തുനിന്നാ? എല്ലാം പാലക്കാട്. എല്ലാം നമ്മള് പഴയ മന പൊളിച്ചത് എടുത്തിട്ട് കൊണ്ടുവന്ന് എന്നിട്ട് പെയിന്റ് ചെയ്തതാ. ഇത് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ശാന്തിലത്താറാണ്. ഇതിന്റെ പക്ഷെ ബേസ് കെട്ടിയത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ പണിക്കാരാ. ഈ കല്ല് വെച്ച് കെട്ടി ഇതിന്റെ ഒരു സ്ട്രക്ചർ ചെയ്തത് മൊത്തം ഇവിടെയുള്ള നമ്മുടെ പണിക്കാരാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഫിനിഷിംഗ് വർക്കും ഇതെല്ലാം ബാക്കി ടേപ്പ് അങ്ങനത്തെ എല്ലാം ചെയ്തേക്കുന്ന ചന്ദ്രൻ. ഇനിയിപ്പോ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് ഫ്ലോർ ആണ് അല്ലേ? ഇത് ഈ സ്റ്റെയർ എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് MS-ന്റെ പൈപ്പ് തന്നെയാണ്. പൈപ്പ്. ഇത് എന്ത് മര ചെയ്തിരിക്കുന്നത്? ഇത് നമ്മുടെ തെങ്ങും ബാക്കിയുള്ള മരങ്ങളൊക്കെ ഉണ്ടായിരുന്ന നമുക്ക് മേലെ കയറാം. വരും. ഒരു വിൻഡോ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ വെന്റിലേഷൻ. അതെ. ബെഡ്റൂം പിന്നെന്താ ഹാള്. പിന്നെ ഹാളാണ്. പിന്നെ അവിടെ ഒരു ലൈബ്രറി സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ അല്ലേ? നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ സൗണ്ട് കുറച്ച് കുറവായിരിക്കും. പുറത്ത് നല്ല മഴയാണ്. ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സിറ്റിംഗ് കൊടുത്തു. പിന്നെ വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ടല്ലേ? ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ചാറ്റിൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ടല്ലേ? ഈ ഒരു ഭാഗത്ത് TV യൂണിറ്റ്. അതെ. ബെഡ്റൂം വരുന്നത് ഇവിടെ. റൂമിലേക്ക് വരാം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് ശരിക്കും മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇത് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. സൈസിൽ താഴെ വലിയ വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം. ബേവിന്റെ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സ്റ്റോറേജും ഉണ്ട്. അതിന്റെ ടോപ്പ് വരുന്നത് റൂഫിംഗ് ഈ രീതിയിലായ കാരണമാണ് കൂര പോലെ വരുന്നത്. ഓട് മെയിൻ ചെയ്തേ 2 ടൈപ്പ് ഓട് ഉണ്ട് അല്ലേ? ഫ്ലാറ്റ്. അതെ അതെ അതെ. ഈ റൂം നമ്മൾ ഹോം സ്റ്റേക്ക് കൊടുക്കുന്നത്. ഹോം സ്റ്റേക്ക് അത് മൊത്തത്തിൽ ഇത് മേലത്തെ മൊത്തത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഹോം സ്റ്റേക്ക് കൊടുക്കുന്നത്. റൂമും അതുപോലെ തന്നെ ലൈബ്രറി സ്പേസ് അതാണ് നമ്മളിപ്പോ ഷൂട്ട് ചെയ്യാൻ കുറച്ച് സ്റ്റേറ്റ് ആയത്. ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ സ്ഥിരമായിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ വയനാട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വയനാട്ടിൽ വന്നിട്ട് താമസിക്കാൻ താല്പര്യമുള്ള അങ്ങനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇത് നമ്മൾ താഴെ കണ്ടതിന്റെ ഒരു ഡബിൾ ഹൈറ്റിൽ കൊടുത്തതിന് മുകൾ വശം നല്ല വ്യൂ ആയിട്ട്. അതെ ഇവിടെ നമുക്കൊരു വ്യൂ ഉണ്ട്. ഗസ്റ്റുകൾ വരുമ്പോ അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു ആവശ്യാനുസരണം അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അല്ലാത്ത അവർക്ക് വന്നിട്ട് കുക്ക് ചെയ്യാൻ കിച്ചൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവൈലബിൾ ആക്കും. അതെ അതെ. ഈ ഒരു ഭാഗം ഉദ്ദേശിക്കുന്നത് ലൈബ്രറി സ്പേസ് ആണ്. നിങ്ങൾക്ക് വന്ന് വായിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ്. അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ് അല്ലേ? ഇത് നമ്മൾ താഴെ കണ്ട ലിവിങ്ങിന്റെ മേൽഭാഗല്ലേ വരുന്നത്? മുകൾ ഭാഗമാണ്. ഇത് ഈ മച്ച് എന്ന് പറയുന്നത് നമ്മളെ താഴെ കണ്ടിട്ടുള്ള ആ ഒരു മരത്തിന്റെ പല അടിയിൽ അതിന്റെ MS പൈപ്പ് കൊടുത്തിട്ടുള്ള സൈഡില് മറ്റേ പൈപ്പ് കൊടുത്തിട്ട് അതിന് നല്ല തണുപ്പുണ്ട്. ഒരു ഭയങ്കര മഴയുള്ള സമയത്ത് ചിലപ്പോ ചാറ്റിൽ അടിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ബ്ലൈൻഡ്സ് സെറ്റ് അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇത് വീട് ഇപ്പൊ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ടാവും താമസമായിട്ട്? 7 മാസം 8 മാസമായിട്ടുള്ളൂ. എത്രത്തോളം പോസ്റ്റ് വന്നിട്ടുണ്ടാവും ഇതുവരെ? ഒരു 60 ആയിട്ടുണ്ട് മൊത്തത്തിലാണ്. മൊത്തത്തില് A to Z എല്ലാം അതെ ഏകദേശം ചെറുപ്പം. അപ്പോ ശാന്തിലാൽ സാറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. നമുക്ക് എന്താണോ വേണ്ട റിക്വയർമെന്റ്സ് അതെല്ലാം ഇവിടെ ഫുൾഫിൽ ചെയ്യാൻ സാർ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല, ആള് തൃശ്ശൂരുള്ള ആളാണ്. അതാ ഇവിടെ വയനാട് വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് ചോദിക്കാൻ കാരണം. ആളുടെ വീടുകൾ പല വീടുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. ചോദിച്ചത്. അപ്പൊ ശാന്തിലാൽ സാറാണ് നമ്മുടെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ആളെന്നെ വിവരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന്റെ പ്ലാൻ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, സൈറ്റിൽ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സൈറ്റിൽ ലിങ്കിൽ കയറി നോക്കാം. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ വാട്സപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. പിന്നെ ഇവിടെ ഹോം സ്റ്റേ ആയിട്ടും കൊടുക്കുന്നുണ്ട് അവര്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ വയനാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കുറച്ച് ദിവസം നിൽക്കണം എന്നുണ്ടെങ്കിലും അതിനുള്ള കാര്യങ്ങളും അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.